ഒത്തിരി അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. ദൈവകരുണ അനുഭവിക്കുന്ന നമ്മുടെ ബലഹീനതകളിലും നമ്മളെ പരാജയങ്ങളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലാണ് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ 14ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയം സർജറിയാണ്. രാവിലെ എല്ലാം സെറ്റപ്പായി. ഡോക്ടർ വന്നിട്ട് പറയണം, എൻ്റെ വൈഫിന് 220/130/180 പ്രഷർ. അപ്പോൾ ഡോക്ടർ തലേദിവസം പറഞ്ഞ് എക്സ്ട്രാ മരുന്ന് കൊടുത്ത് നമുക്ക് അത് കുറയ്ക്കാം, എന്നിട്ട് സർജറി എടുത്ത് കുഞ്ഞ് എടുത്ത് രക്ഷപ്പെടുത്താമെന്ന്. തലേദിവസം സ്കാനിങ്ങിൽ ഒരു റിപ്പോർട്ട് കൂടി കിട്ടി, ആ കുഞ്ഞിൻ്റെ തലയോട്ടി കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒന്നുകിൽ ഒരു മന്ദബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നിറഞ്ഞ് തല വീർത്തൊരു കുട്ടിയായിരിക്കും, നിനക്ക് പല കോംപ്ലിക്കേഷനും കൊച്ചായിരിക്കും. 2 പ്രോബ്ലമാണ് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും ദൈവകരങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് ഭയമൊന്നുമില്ല. പക്ഷെ രാവിലെ ഡോക്ടർ വന്നിട്ട് പറയണം, എൽവിസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്, പ്രഷർ കുറയുന്നില്ല, സർജറി നടത്താൻ പറ്റില്ല. എന്താ ചെയ്യുക അല്ലേ? ഡോക്ടർമാരെ നമ്മളോട് ചോദിക്കുക എന്ത് ചെയ്യും. ഇപ്പം എന്ത് പറയും നമ്മൾ ഡോക്ടറെ എന്ത് ചെയ്യുന്നു ചോദിക്കുക. വരുവരെ ഇനി എന്ത് ചെയ്യുന്നു, വളരെ നിസ്സഹായ ഒരു ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കൃപ തന്നു. കഴിഞ്ഞ ദിവസം തന്ന വചനമാണ്, നിന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നീ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു, അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനം കടന്നു വരും. ഞാൻ ഡോക്ടറെ ധൈര്യമായിട്ട് നീക്കിയോ, പ്രഷർ അങ്ങനെ ഇരുന്നോട്ടെ, സർജറി തുടങ്ങിക്കോളാം. ഡോക്ടർ പറഞ്ഞു ഈ പ്രഷറിൽ സർജറി നടത്താൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ കൊച്ചു അമ്മയും മരിച്ചു, പിന്നെ നിങ്ങൾ അതിന് ഉത്തരവാദിത്തം. അയ്യോ അതിന് ഉത്തരവാദിത്തമില്ല എന്നാൽ പിന്നെ പറഞ്ഞേക്കെ ചെയ്തോട്ടെ, ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തു. അങ്ങനെ അവളും ലേബർ റൂമിലേക്ക് കയറുമ്പോൾ this song came into my heart. അവിടെയാണ് ആ പ്രാർത്ഥന, ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, തകർച്ചകൾ എല്ലാം കൈവിടുന്ന സമയത്ത് you need to sing praises to his name, the most glorious name. That name will give you victory in every aspect of your life. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ആ നാമം നീ ഏറ്റു പറഞ്ഞാൽ അവൻ നിന്നെ രക്ഷിച്ചിരിക്കും. അതുകൊണ്ട് മക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഇന്ന് നീ നിൽക്കുന്ന ഏത് അവസ്ഥയിലായിക്കോട്ടെ, നീ ഏതെല്ലാം ദുരിതത്തിന് മുമ്പിലായിക്കോട്ടെ, അതിൽ നിന്നെ ഉയർത്താൻ കഴിവുള്ളതാണ് ഈ കരുണ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം പാടുപീടുകൾ സഹിച്ച് അവൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടത്. നീ ഭയപ്പെടുന്നത് ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതാണ് വചനം ദൈവത്തിന് എന്നോട് പറയണം. ഈ രാത്രി ഇന്ന ദിവസം പറയാനുള്ള 3 അരുതുകൾ ദൈവം നിന്നോട് പറയുന്നുണ്ട്. ഭയപ്പെടരുത്. കാരണം നീ ഭയപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. എന്ത് തന്നെയാണെങ്കിലും നാളെ നിന്റെ ജീവിതത്തിൽ ജപ്തി നോട്ടീസ് ജയിലിൽ അടയ്ക്കുന്നതാണ്, സംഭവിക്കില്ല. കാരണം I have taken it upon my body. അത് സംഭവിക്കില്ല. 2, ആകുലപ്പെടരുത്. ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്. കാരണം നിന്റെ ജീവിതം എൻ്റെ കൈകളിലാണ്. യു ക്യാൻ ട്രസ്റ്റ് മീ. എൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ആകുലത എപ്പോഴും നമ്മുടെ നാളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. നാളെ കൈകാര്യം ചെയ്യുന്നവനാണ് നിന്നോട് പറയുന്നത്, I am the one who handles your tomorrows. It is 100% safe in my hand. Can you trust me? Yes Lord, I trust in you. ഞാൻ ശരണപ്പെടും. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പ്രതിബന്ധങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ നാളെ കൈകാര്യം ചെയ്യുന്ന പല മേഖലകളുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്ന ആകുലപ്പെട്ടിരിക്കുന്ന മക്കളെ ഈശോ പറയാണ്, അത് ഞാൻ കൈകാര്യം ചെയ്യാൻ പോവാണ്. ഇപ്പം ഏൽപ്പിച്ചു കൊടുക്കുക. ആകുലപ്പെടരുത്. 3ാമതൊരു അരുത് പറയുന്നുണ്ട്, സംശയിക്കരുത്. ആ സ്നേഹത്തെ സംശയിക്കരുത്. ഇതെല്ലാം നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് നീ സംശയിക്കരുത്. ഇതെല്ലാം എന്നെ കൊണ്ട് സാധിക്കുമോ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് കഴിവില്ല, എൻ്റെ കൂടെ ആരുമില്ല, എന്നെ സഹായിക്കാൻ എൻ്റെ പൈസ ഇല്ല, എൻ്റെ വിദ്യാഭ്യാസം ഇല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മുമ്പിൽ നമുക്കൊരു സംശയം തോന്നും. നടക്കുമോ? യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ ബൈ ദ മെർസി ഓഫ് ഗോഡ്. അതാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 3 അരുതുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് 3 നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. എന്നിട്ട് നീ നോക്കി നിൽക്കുന്ന നിന്റെ പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തെ സ്തുതിക്കണം. You are going to sing that song again. I give glory and praise to your name Jesus. വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണം. ഇത്ര ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അത് അരമനസ്സോടെയാണെങ്കിലും കുഴപ്പമില്ല, നീ പ്രകടിപ്പിക്കണം. തൻ്റെ മകൻ പിശാച് ബാധിതൻ ഒരു മകനെ കൊണ്ട് ഒരപ്പം വരുന്നുണ്ട്. ശിഷ്യന്മാരുടെ എന്നിട്ട് പറഞ്ഞു ഒന്ന് ഒഴിവാക്കി തരണം. അവർ പഠിച്ച പണി ഒന്നും പറ്റിയില്ല. അപ്പോൾ യേശു എന്താ പ്രശ്നം? ഞാൻ എൻ്റെ മകന് പിശാച് ബാധിതനാണ്, നിന്റെ ശിഷ്യന്മാരുടെ തൊട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ യേശുവിനോട് പറയാ, ഞാൻ ചെയ്യാൻ പറ്റുമോ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തന്ന വലിയ ഉപകാരം. യേശു ചെയ്യാൻ പറ്റുമോ എന്നോ എന്താടായി പറയണത്?
There is absolutely nothing is impossible for God. Yes, I believe in you, Jesus. ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവേ, ഈശോ ചോദിക്കുക, നിനക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുഞ്ഞിനെ നിനക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. എങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്തിരി അവിശ്വാസം ഉണ്ട് കേട്ടോ. പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സാരമില്ല, അത്ര മതി. ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പ്രാർത്ഥിച്ച 3 നിയോഗങ്ങളുടെ മേലെ ദൈവം ഇടപെടുക എന്ന് വിശ്വസിക്കുന്ന എല്ലാ മക്കളും കരമുയർത്തി പിടിക്കുകയാണ്. Whatever it may be, by His mercy, it will happen. എന്നിട്ട് നമ്മൾ ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കണം. I sing praises to your name, Yeshua. Oh God, praises to your name. Oh God, for your name is great and greatly to be praised. I sing praises to your name. ആ നാമത്തെ ഒന്ന് ഏറ്റു പറഞ്ഞേ. Oh God, praises to your name. Oh God, for your name is great and greatly to be praised. I give glory to your name, Yeshua. Oh God, glory to your name. Oh God, for your name is great and greatly to be praised. I give glory to your name, Yeshua. Oh God, glory to your name. Oh God, for your name is great and greatly to be praised. ഒരു കാര്യം നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ബുദ്ധി പോലും നിങ്ങളോട് പറയാ അത് നടക്കൂല. കർത്താവ് പറയാ അത് നടക്കും. വിശ്വസിക്കുക. നമ്മൾ ചോദിച്ച 3 കാര്യത്തില് ഒരു കാര്യം നിങ്ങളോട് പലരും പറയാ അത് നടക്കുമോ? ഓ, സാധ്യമില്ല. അതൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അത് നിനക്ക് ദൈവത്തിന്റെ കരുണയോ ആ സ്നേഹത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ് മക്കളെ. അതുകൊണ്ട് വിശ്വസിക്കണം. സംഭവിച്ചിരിക്കും. ഈശോയോട് പറയണം, ഈശോയെ ഐ ട്രസ്റ്റ് ഇൻ യു. 3 പ്രാവശ്യം പറയണം, ഐ ട്രസ്റ്റ് ഇൻ യു. വിശ്വസിക്കണം. ഇന്ന് സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് വലിയ കരുണയുടെ ദിവസമാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മളാരും വിചാരിച്ചെത്തിയതല്ല. ഇറ്റ് ഈസ് ബൈ ഹിസ് ഡിവൈൻ മെർസി വി ആർ ഹിയർ. സ്വർഗം അനുവദിച്ച സമയമാണ്, നിമിഷമാണ്. വലിയ കരുണയുടെ ദിവസമാണ്. വിശ്വസിക്കുന്നവർക്കാണ് ഇത് ലഭിക്കുന്നത്. അത് വേണ്ടത് 2 ഘടകങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടി. 1 വിശ്വാസം, 2 അനുതാപം. അനുതാപം ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിലേക്ക് തിരിയണം. ഇനി സമയമില്ല മക്കളെ. നമ്മൾ ഇനി ലോകത്തിൻ്റെതായിട്ട് നടക്കാൻ സമയമില്ല. നമ്മുടെ പ്രയോറിറ്റീസ് മാറണം. നമ്മുടെ വാല്യൂ സിസ്റ്റംസ് ഒക്കെ മാറണം. നമ്മുടെ കൂട്ടുകെട്ടുകളൊക്കെ മാറണം. ഇനിയും ഈ ലോകത്തിൽ കുറച്ച് ബിസിനസ് കൂടുതൽ കിട്ടുന്ന ആൾക്കാർ, എനിക്ക് കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടുന്ന ആൾക്കാർ, അടുത്ത പാർലമെൻറ്റ് ഇലക്ഷന് സീറ്റ് കിട്ടാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇങ്ങനെ നമ്മുടെ ബിസിനസ്, നമ്മുടെ കാര്യം, നമ്മുടെ മക്കളെ അടുത്ത തലത്തിലേക്ക് എത്താൻ പറ്റുന്ന ആൾക്കാരായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതല്ല ഇനി നമ്മുടെ ലക്ഷ്യം. ഇനി നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ, ആ വഴി നടത്താൻ സഹായിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ തിരിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. 2, നമ്മുടെ വാല്യൂ സിസ്റ്റംസ് മാറണം. നമ്മൾ ഇന്നലെ വരെ ഇന്നിങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തിനൊക്കെയാണ് പ്രാധാന്യം അല്ലേ? ഇന്നലെ ഇനി യങ്സ്റ്റേഴ്സ് ഹിയർ, യങ്സ്റ്റേഴ്സ് ഒന്നും എത്തിയിട്ടുണ്ടാവില്ല അല്ലേ? കൈവൊക്കെ യൂത്തുകളൊക്കെ ഒന്ന് കൈവൊക്കെ വെരി ഫ്യൂ അല്ലേ? കാരണം ഇന്നലെ റിയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള ഫൈനൽ കണ്ടില്ല. അതുകൊണ്ട് അവനോട് എത്തി, ബാക്കിയെല്ലാം കിടപ്പാ. അപ്പോൾ ദീസ് ആർ ദ പ്രയോറിറ്റീസ്.
നമ്മുടെ ലൈഫിൽ. അപ്പോൾ അത് എല്ലാം വെച്ചിട്ട് ഒരിക്കലും നിനക്ക് കരുണ കിട്ടില്ല. മനസ്സിലായി? കാരണം അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. പണ്ടൊക്കെ വല്ലപ്പോഴും ഒരു വേൾഡ് കപ്പ്, ഒരു ഒളിമ്പിക്സ്, പിന്നെ ഒരു ഏഷ്യാഡ്, പിന്നെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു കളി, പിന്നെ ഒരു സന്തോഷ് ട്രോഫി കളി, ഇത് എല്ലാ ദിവസവും എല്ലാ പരിപാടിയും ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു വശത്ത് IPL, മറ്റു വശത്ത് UEFA, റിയൽ മാഡ്രിഡും ബാഴ്സലോണ UEFA ചാമ്പ്യൻസ് ലീഗ്, ഇനി അപ്പുറത്ത് വേറെ പല കാര്യങ്ങൾ, ഇങ്ങനെ 100,000 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെല്ലാം സമയം കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കരുണയും കൂടി കിട്ടിയ വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യു നീഡ് ടു പ്രയോറിറ്റൈസ് യുവർ വാല്യൂസ് ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ നിൻ്റെ പ്രയോറിറ്റീസ് മാറണം. അപ്പോൾ അവിടെ ദൈവം വാല്യൂ ചെയ്യുന്ന കാര്യങ്ങളെ വാല്യൂ ചെയ്യാൻ പഠിക്കണം. ദൈവം വാല്യൂ ചെയ്യുന്ന മക്കളെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റണം. അങ്ങനെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ദൈവം വാല്യൂ ചെയ്യുന്നതിനെ കൊണ്ട് എന്ത് ഗുണം നമ്മൾ വിചാരിക്കും. ദൈവം വാല്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് ആവശ്യമുള്ള പൊട്ടക്കണ്ടി വീഴുമ്പോൾ മാത്രമേ ഉള്ളൂ. മര്യാദയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് വേണ്ട ആൾക്കാരാണ്, ഈ ലോകത്തിൻ്റെ ആൾക്കാരാണ് വേണ്ടത്. നമ്മൾ വലിയ ക്യാൻസർ വന്ന് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ വലിയ തകർച്ച വരുമ്പോൾ, ജപ്തി നോട്ടീസ് വരുമ്പോൾ, വലിയ വീഴ്ച വീഴുമ്പോഴാണ് നമുക്ക് ആരൊക്കെ വേണ്ടത്? ദൈവത്തിനോട് നടക്കുന്ന ആൾക്കാർ ആവശ്യമുള്ളൂ. അല്ലാത്തവർ നേരെ വഴി കൂടി നടക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് കയറേണ്ട ആൾക്കാരാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റം മാറണം. നിന്നെ യഥാർത്ഥത്തിൽ ഉയർത്താൻ കപ്പാസിറ്റി ഉള്ളത് ദൈവം മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. രാത്രിയുടെ 3-ാം യാമത്തിൽ യേശു കടന്നു വരുന്നുണ്ട്. കാരണം ശിഷ്യന്മാരിങ്ങനെ കാറ്റിൽ ഉഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. വഞ്ചി ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ കടന്നു വന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് മുതൽ അങ്ങോട്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ കഴിവുള്ളവർ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിലെ എല്ലാ വഞ്ചികളും മുങ്ങാൻ തുടങ്ങുകയാണ്, എല്ലാ പ്രസ്ഥാനങ്ങളും മുങ്ങാൻ തുടങ്ങുകയാണ്, എല്ലാ സംവിധാനങ്ങളും മുങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വഞ്ചിയിൽ ആശ്രയിച്ച് നടക്കരുത്. കാരണം ലോകത്തിൽ അത്രമാത്രം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരാം. പ്രത്യേകിച്ച് ദിസ് എ ജൂബിലി, നമ്മളതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടല്ലേ, ഗ്രേറ്റ് ജൂബിലി ഓഫ് ഡിവൈൻ മേഴ്സി. ഈ ജൂബിലി വർഷം കൂടിയാണ്. അടുത്ത വർഷത്തെ ഡിവൈൻ മേഴ്സി സൺഡേക്ക് ഇത്രയും കരുണ അവൈലബിൾ ആകുമെന്ന് സംശയമാണ്. കാരണം അത്രമാത്രം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ലോകത്തിൽ മനുഷ്യരെ ആശ്രയിച്ചിട്ട് സംവിധാനങ്ങളൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മളിതിലൊന്നും ആശ്രയിക്കരുത്. നമുക്ക് ഈ ഇളകുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്കുള്ളിൽ നടക്കാൻ കഴിവുള്ളവർ വേണം. പ്രൈസ് ദ ലോർഡ്. അതിനുള്ള അനോയിൻറ്റിങ് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ നടക്കുന്ന ആൾക്കാർ എവിടെ കിട്ടുള്ളൂ? അവർക്കൊരു പ്രത്യേകത ഉണ്ട്. യേശു എവിടുന്നാണ് വരുന്നത്? യേശു ശിഷ്യന്മാരെ വഞ്ചിയിൽ വിട്ടിട്ട് യേശു മലമുകളിലേക്ക് കയറി എന്നാണ് പറയാം. പ്രാർത്ഥനയുടെ മക്കൾ, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന മക്കൾ വേണം നിൻ്റെ കൂടെ. അല്ലാത്തെല്ലാം മുങ്ങിപ്പോവും. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ നിന്നാൽ നിനക്ക് ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധി അതിജീവിച്ച് മുമ്പിലേക്ക് പോകാൻ സാധിക്കും. കരമുയർത്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് പറയുന്ന പേരാണ് മാനസാന്തരം. നമ്മളൊക്കെ അടിസ്ഥാന മാനസാന്തരം വന്നവരാണ്. കള്ളുകൂടിയും മണ്ണുകൂടിയും തോന്നിയാസൊക്കെ നിർത്തിയവരാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ കൂടെ ആരാ ഉള്ളതെന്നുള്ളത് നോക്കണം. നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കും. ദൈവമായിട്ട് കണക്ഷനുള്ളവർ വേണം നമ്മളെ കൂടെ ഉണ്ടായിരിക്കാനായിട്ട്. 2, നമ്മുടെ പാദങ്ങൾക്ക് അഭിഷേകം വേണം. എന്തിനാണ് ഈ ഡിവൈൻ മേഴ്സി മേടിക്കുന്നത്? ഈ ലോകത്തിൻ്റെ പ്രതിസന്ധിയുടെ മുകളിലൂടെ നടക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. 2, നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ദൈവത്തിങ്കിലേക്ക് തിരികെ എന്ന് പറയുന്നതാണ്. 2, ദൈവ ശിഷ്യത്വത്തിലേക്ക് വളരണം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുക എന്നുള്ള ദൈവിക പദ്ധതി. ജെറമ്യ 29:11 നമ്മൾ വായിച്ചത്. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി? നാശത്തിലേക്കുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിലേക്കുള്ള പദ്ധതിയാണ്. എന്താണ് ആ പദ്ധതി? ആ പദ്ധതിയെക്കുറിച്ച് എഫെസോസിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളെങ്കിലും ഒരു കൂടി വേണം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. 4-ാമത്തെ വചനം എഫെസോസ് 1:4. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ക്രിസ്തുവിൽ വെളിവാക്കിയ പദ്ധതി എന്താണ്? ദൈവത്തിന് മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ഇതാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളായി മക്കൾക്ക് 2 സ്വഭാവം ഉണ്ടായിരിക്കണം. സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കമേൽക്കാത്ത മക്കളായി നമ്മൾ കാക്കണം. ഈ കാലഘട്ടങ്ങളിൽ യേശു 2ാമത് വരാൻ പോവാണ്. അന്ന് നിഷ്കളങ്കരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം. അങ്ങനെ അവനെ പോലെ നമ്മളായി തീരുമ്പോൾ നമ്മൾ അവനുമായിട്ട് ഒന്നു ചേരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് 2 പേര് ഒരു കിടക്കയിൽ കിടക്കും, ഒരാൾ എടുക്കും. 2 പേര് തിരികെ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കും. അത്രയും കട്ടിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിൻ്റെ കൂടെ ആരാ ഉള്ളതെന്നുള്ളത് നീ ഉറപ്പാക്കണം. ഈ ദിവസങ്ങളിൽ എല്ലാവരും കൂടെ നടക്കരുത്. ഇനി നിൻ്റെ കൂട്ടുകെട്ടുകൾ മാറണം, നിൻ്റെ പ്രയോറിറ്റീസ് മാറണം, നിൻ്റെ വാല്യൂ സിസ്റ്റംസ് മാറണം. ഇത്രയും നാളും നമ്മൾ ലോകം വാല്യൂ ചെയ്ത് അങ്ങനെ പോകുന്നത് നമുക്കൊരിക്കലും ദൈവകരുണ കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് സ്വർഗം നമ്മളെ തുറക്കപ്പെടാൻ പോവാ. നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോവാണ്. ഈ ബലിയിലൂടെയാണ് ഈ കരുണ നമ്മൾ സ്വന്തമാക്കുന്നത്. ആ ദൈവകാരുണ്യമേ നമ്മളിലേക്ക് കടന്നു വരാൻ പോവാണ്. അതിനുമുമ്പ് നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കണം. ആർ യു റെഡി? ഗോഡ് ഈസ് റെഡി. നിൻ്റെ ഏത് പ്രശ്നത്തിലും ദൈവം ഇടപെട്ടിരിക്കും. പക്ഷേ പ്രൊവൈഡഡ് നമ്മൾ മാറാൻ തയ്യാറാവണം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് അതിൻ്റെ മാനദണ്ഡം. നമ്മുടെ വാല്യൂ സിസ്റ്റംസ് മാറണം, നമ്മുടെ പ്രയോറിറ്റീസ് മാറണം, അങ്ങനെ നമ്മുടെ കൂട്ടുകെട്ടുകൾ മാറണം. ദൈവത്തോട് കണക്ഷനുള്ള മക്കളുടെ കൂടെ നമ്മൾ നടക്കാൻ പാടുള്ളൂ. അല്ലാത്തതൊക്കെ തെറിക്കപ്പെടുന്ന വരാൻ പോകുന്ന കാലഘട്ടമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കരുണയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ ക്രിസ്തുവിൻ്റെ കുരിശ് നിലകൊള്ളുന്നത്. അത് കുരിശിൻ്റെ വഴി കഴിഞ്ഞ് ഈസ്റ്റർക്ക് ആവശ്യം നമ്മളിങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് സമയമില്ല. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ആ കുരിശ് എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ ആരംഭത്തിലാണ്. കുരിശിന് തുടക്കമാണ്, കുരിശ് അവസാനമല്ല. ഇവിടെ നമുക്കൊരു യാത്ര ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങോട്ട് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ തീരുമാനങ്ങൾ എടുക്കണം. ഈ തീരുമാനങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ ഒന്നുകൂടി നമ്മൾ ഒരുങ്ങുകയാണ്. നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച് സ്തുതിച്ചിട്ട് നമുക്ക് ആ വിശ്വാസം എൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇനി ഈ കരുണ നമുക്ക് ലഭ്യമാക്കുന്നത് എങ്ങനെയാണെന്നും കൂടി തിരിച്ചറിയും. ഈ 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1, വിശ്വസിക്കണം, ദൈവം തരും. 2, മനസ്സാന്തരപ്പെടണം, അതായത് നമ്മുടെ പ്രയോറിറ്റീസും വാല്യൂ സിസ്റ്റംസും മാറണം. 3, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദൈവത്തിലേക്ക് തിരിയുക, ദൈവമക്കളാകല ശിഷ്യന്മാരാകണം. പിന്നെ യേശുവിൻ്റെ ദൗത്യം നമ്മൾ നിർവഹിക്കണം. സുവിശേഷ വേലയിൽ നമ്മൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കും. ഈ കരുണയുടെ പ്രഘോഷകരായി നമ്മൾ മാറണം. ഇതിൻ്റെ പേരാണ് മാനസാന്തരം. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അത് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന ഉറപ്പാക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഇങ്ങനെ നീങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആസ് എ ഡിവൈൻ മെർസി ഫെലോഷിപ്പ്, ഈ മിനിസ്ട്രി മുഴുവൻ നിങ്ങളെല്ലാവരും ഈ ഇരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇതിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി, സുഖമായിട്ട് ചെയ്യാം. എൻ്റെ ഭാര്യ മക്കൾ ചെയ്യുന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ മാനസാന്തരം പൂർണ്ണമാകുന്നില്ല. It is entrusted upon me to make sure the people around you will know the truth and they should come to this. അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ആ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്താ സുവിശേഷം? ഈ കരുണയാണ് സുവിശേഷം. The essence of the gospel is the mercy of God. വിശുദ്ധ കൊച്ചുറേശ്യ നമ്മളെ പഠിപ്പിക്കുന്നത് സുവിശേഷത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ദൈവ കരുണയാണ്. ആ കരുണ എന്തിനു വേണ്ടി വന്നതാണ്? കരുണ ആർക്കുള്ളതാണ്? പാപികൾ, ചുങ്കക്കാർ, വേശ്യകൾക്കുള്ളതാണ് കരുണ. ദൈവത്തിന് കരുണ ലഭിക്കാനുള്ള യോഗ്യത എന്താ? ഞാൻ ദിവസവും പള്ളിയിൽ പോവും, ഞാൻ 50 നോക്കും, ഞാൻ ദിവസം 4 ഫുൾ ജപമാല ചെല്ലും, ഞാൻ കരുണക്കൊന്ത ചെല്ലും. ഇതൊക്കെയാണോ യോഗ്യത? അല്ല. അപ്പോൾ ഈ കരുണ ലഭിക്കാൻ നമുക്ക് വേണ്ട ഏക യോഗ്യത എന്താണ്? നമ്മുടെ പാപിയാണെന്നുള്ള ഏറ്റുപറച്ചില്ല. നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. നമുക്ക് നമ്മുടെ പാപങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ദൈവം തോറ്റുപോകുന്നത്. അവിടെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കരുണ പാഴായി പോവുക. കാരണം വെച്ചാൽ നമുക്ക് ആർക്കും പാപമില്ല. അവനെന്ത് ചെയ്യും? വെറുതെ കുരിശി കയറിയാൽ മരിച്ചു, അല്ലേ? അയാളുടെ ചങ്കെല്ലാം വെറുതെ തുറക്കപ്പെട്ട് രക്തവും ജലമൊക്കെ ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയാണ് നമുക്ക് പാപബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുകളൊന്ന് അടയ്ക്കാം. പാപാവബോധം തരണം, കൃപ തരണം, ഏറ്റുപറയാനും ഉപേക്ഷിക്കാനുള്ള ധൈര്യം തരണം. കർത്താവേ, ഇനി സമയമില്ല. അതുകൊണ്ട് നമ്മുടെ പാപ അവസ്ഥകൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ആ സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പാപത്തോട് നമ്മൾ കഠിനഹൃദയരായി നമ്മൾ ശരിയായ രീതിയിൽ പലപ്പോഴും അനുദപിക്കാത്തത് കൊണ്ടും നമ്മുടെ പാപങ്ങൾ നമ്മൾ ന്യായീകരിച്ചതുകൊണ്ടും നമ്മളിൽ കഠിന ഹൃദയം വന്നുപോയി.
അപ്പം അതുകൊണ്ട് ആ ഹൃദയം ഈശോയെന്ന് തുടരണേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പാപബോധം എനിക്കുണ്ടാവണം. എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് അവബോധം തരണം. അതെൻ്റെ ഭാര്യയും വീട്ടുകാർക്ക് പലപ്പോഴൊക്കെ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം ശരിയല്ല, എൻ്റെ പെരുമാറ്റം ശരിയല്ല, എൻ്റെ കാഴ്ചപ്പാട് ശരിയല്ല. 3 രീതിയാണ് പാപം അവസ്ഥകൾ. 1 പാപങ്ങൾ, 2 നമ്മുടെ ബലഹീനതകൾ, 3 നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ പറയുന്നതിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആണ്, ബന്ധനസ്ഥരാണ്. ഈ മേഖലകളിൽ ഇനിയും ഞാൻ എന്തിനെങ്കിലും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ? ഈശോയേക്കാൾ അധികമായി ഞാൻ എന്തിനേലും സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് തിബേരിയൂസ് കടൽ തീരത്താണ്. കരുണ ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെടുകയാണ്. ശൂന്യമായ വലയിൽ 153 മീൻ നിറഞ്ഞു. നിൻ്റെ വലയിൽ മീൻ നിറയ്ക്കാൻ ഈശോ തയ്യാറാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പറയാൻ പറ്റണം. നമ്മൾ കണ്ണടച്ചിട്ട് പറയാൻ പറ്റണം, യെസ് ഈശോയെ, ഈ ലോകത്തിൽ എന്തിനേക്കാളും, ആരെക്കാളും, ഏത് വസ്തുവിനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റണം. ഒരു പരിധിവരെ നമ്മളൊക്കെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നമ്മളെ തന്നെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, അത് വലിയ വലിയ ആനക്കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ സുഖ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അതൊന്നും വിട്ടിട്ടൊരു വരിയിലില്ല. അപ്പം നമ്മൾ പറയും, ഞാനങ്ങനെ എനിക്ക് വലിയ കോടികളൊന്നും വേണ്ട, എനിക്ക് വലിയ മാളികയൊന്നും വേണ്ട, എനിക്ക് വലിയ ബെൻസ് കാറൊന്നും വേണ്ട. അത് ശരിയാ. പക്ഷെ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ വിടില്ല. അതുകൊണ്ട് ഇന്ന് ഈശോയോട് പറയാൻ പറ്റണം. ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ നമ്മൾ പറയാണ്, ആവേ, നിനക്കെല്ലാം അറിയാം. എൻ്റെ സ്നേഹ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ മറ്റു പല വ്യക്തികളോടൊപ്പം, മറ്റു പല വസ്തുക്കളോടൊപ്പം, മറ്റു ചില സാഹചര്യങ്ങളോടൊപ്പം അതൊന്നും മാറ്റി വച്ചിട്ട് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നിവിടുന്ന് ഇറങ്ങുമ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിറങ്ങുവാൻ, ചില ബന്ധങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ, ജീവിതശൈലികളിൽ മാറ്റം വരുത്തുവാൻ, നിനക്ക് 1ാം സ്ഥാനം കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാം. കരുണ സ്വീകരിക്കാൻ പോവാണ് കേട്ടോ. വിശ്വസിക്കണം, കർത്താവ് ഇടപെടാൻ പോവാണ്. ഈ തീരുമാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒന്ന് സ്തുതിക്കട്ടെ. സ്വരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അവൻ ഇടപെടുകയാണ്. അവനുള്ള വിശ്വാസം ഏറ്റുപറയണം. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കരുണയാലാണ്. ഇനി ആരോടെങ്കിലും നിനക്ക് ക്ഷമിക്കാനുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ മനസ്സിൽ ആരെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടോ, നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടോ? ഈ ബലിക്കുമ്പോൾ നമ്മൾ അനുരഞ്ജനപ്പെടണം. ഹല്ലേലൂയ. ക്ഷമിക്കണം, പൊറുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ അനുഗ്രഹിക്കാൻ നിന്റെ കരം ഉയരണം. അവരെ അനുഗ്രഹിക്കാൻ നിന്റെ കരത്തിന് ശക്തി ഉണ്ടാകണം. അവരെ ദൈവസന്നിധിയിൽ ന്യായീകരിക്കാൻ നിന്റെ നാവിന് അഭിഷേകം ഉണ്ടായിരിക്കണം. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരോട് ക്ഷമിക്കണമേ. അവരെ അനുഗ്രഹിക്കാൻ നിന്റെ കരം ഉയരട്ടെ. യേശുവേ, ഇതാ എന്നെ വേദനിപ്പിച്ചവര്, എന്നെ കുറ്റം പറഞ്ഞവര്, എന്നെ പരദൂഷണം വിളിച്ച് പറഞ്ഞവര്, എന്റെ ഇല്ലായ്മകളെ വിളിച്ച് പറഞ്ഞവര് അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ കരങ്ങൾ ഉയർത്തുന്നു. ഈ ബലി സ്വർഗത്തിന്റെ ബലിയായി മാറുകയാണ്. യേശുവിനോടൊപ്പം ബലിയർപ്പിക്കാൻ പോവാണ്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉത്ഥാനത്തിലേക്കുള്ള വഴിയാണ്, ഉയർപ്പിലേക്കുള്ള വഴിയാണ്. നമ്മളെ കെട്ടിയിരിക്കുന്ന എല്ലാ ചങ്ങലകളും തകർക്കപ്പെടാൻ പോകുന്ന വഴിയാണ്. അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് മക്കളെ നമ്മള്. അതുകൊണ്ട് അനുഗ്രഹമല്ലാതെ ആരെ ശപിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ തെറ്റുകളെ ന്യായീകരിക്കാൻ നിന്റെ നാവിന് ശക്തി ഉണ്ടാകട്ടെ. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. യേശുവേ, അവരോട് ക്ഷമിക്കണമേ, അവരോട് പൊറുക്കണമേ, അവരോട് ദയവുണ്ടാവണമേ. അവരെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി, നിന്റെ കരുണ അനുഭവിക്കാൻ അവർക്ക് ഇടം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ശപിച്ചവര്, നിന്റെ നാശം ആഗ്രഹിച്ചവര്, നിന്റെ പരാജയം മനസ്സിലാക്കി ജീവിച്ചവര്, അവരെയൊക്കെ അനുഗ്രഹിക്കാൻ ഈ അവസാന മണിക്കൂറിൽ സാധിക്കട്ടെ, സാധിക്കട്ടെ. അങ്ങനെയാണ് ദൈവ കരുണയുടെ മക്കളായി നമ്മൾ മാറുന്നത്. നിന്റെ പിതാവ് നിന്നോട് വലിയ കരുണ കാണിക്കാൻ പോവാണ്. നിന്റെ വലിയ പ്രശ്നങ്ങൾ ഇടപെടാൻ പോകുമ്പോ നിന്നെ വേദനിപ്പിച്ചവര്, നിന്നെ ഇകഴ്ത്തിയവര്, നിന്നെ കുറിച്ച് അന്യായം പറഞ്ഞവര്, നിന്റെ ഇല്ലായ്മ വിളിച്ചു പറഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ പരിശ്രമിച്ചവര് അനുഗ്രഹിക്കുവാൻ നിന്റെ കരം ഉയരണം, ഉയരണം. അവിടെ
സ്വർഗം നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, റാബാരിയ, ഹല്ലേലൂയ, റാബാര, ഹല്ലേലൂയ, റാബാരിയ. അവരെ അനുഗ്രഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കണം. ഇന്ന് മുതൽ നമ്മൾ ദൈവകരുണയുടെ മക്കളായി മാറുകയാണ്. തൻ്റെ ചങ്ക് കുത്തി തുളന്നവനെ സുഖപ്പെടുത്തിയവനാണ് കരുണ. തന്നെ കുരിശിൽ നിറച്ചവരെ ന്യായീകരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പേരാണ് കരുണ. നിത്യജീവന് വേണ്ടി പാപമോചനം ചോദിച്ച നല്ല കള്ളനെ നിത്യതയിലേക്ക് നയിച്ച കരുണ. ഇതെല്ലാം കരുണയുടെ ഭാഗമാണ്. ഇത് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഉയർപ്പുള്ളൂ. അത് തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നീ ഇന്ന് പ്രാർത്ഥിച്ച 3 നിയോഗങ്ങളുടെ മേൽ സ്വർഗം ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി തമ്പുരാനെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ബലിക്ക് ഏറ്റവും യോഗ്യതയുള്ളവരായി ആ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് കരുണ സ്വീകരിക്കാം. കരമുയർത്തി അടിയട്ടെ. ക്ഷമിക്കണം, പൊറുക്കണം. വേദനിപ്പിച്ചവര്, നമ്മുടെ നാശം ആഗ്രഹിച്ചവര്, നമ്മുടെ തകർച്ച സ്വപ്നം കണ്ട് ജീവിച്ചവരെ അനുഗ്രഹിക്കാൻ നിനക്കിന്ന് കൃപ തരികയാണ്. അങ്ങനെ നീ ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. ദൈവത്തിന്റെ മക്കളായി മാറണം. ഹല്ലേലൂയ. അവരുടെ തെറ്റുകളെ ന്യായീകരിച്ച് നീ പ്രാർത്ഥിക്കണം. കർത്താവേ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അവരോട് സ്നേഹത്താൽ നിന്റെ ഹൃദയം ജ്വലിക്കണം. ഇപ്പൊ അത് സംഭവിക്കും, ഇപ്പൊ അത് സംഭവിക്കും. സ്വർഗം നിന്നിൽ വരുമ്പോൾ അത് സംഭവിക്കും. ഹല്ലേലൂയ. അവർക്ക് നന്മയുണ്ടാകാൻ മുട്ടുകുത്തി കൈവിരിച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അങ്ങനെ നീ ദൈവ കരുണയുടെ മക്കളായി നമ്മൾ മാറ്റപ്പെടണം. അപ്പോൾ ആ കരുണ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും, അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെ അത്ഭുതം ചെയ്യാനാണ് ചില വീഴ്ചകൾ അപചകൾ ദൈവം അനുവദിച്ചത്. വിശ്വാസത്തോടെ ഹല്ലേലൂയ പാടി നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഒന്നേറ്റ് പറഞ്ഞേ, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിനെ വീണ്ടെടുത്തു. വിശ്വസിക്കുന്നവരെ കൈ ഉയർത്തി ഹല്ലേലൂയ, ഞാൻ പാടിടും. ആമേൻ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞേ, ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാം. ഒരുകട്ടെ. യേശുവിൻ രക്തം സൗഖ്യമായി, രക്തം രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. ഏറ്റു പറഞ്ഞേ, യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. സ്വരമുയർത്തി, ശബ്ദമുയർത്തി, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. One more time. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. സർവശക്തനായവനെ, സർവശക്ത